മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് കാർ യാത്രക്കാർ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ആദ്യത്തെയാൾ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലും രണ്ടാമത്തെയാൾ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു. ഒരാൾ മറ്റേയാളേക്കാൾ 5 മണിക്കൂർ മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയെങ്കിൽ എത്ര അകലേക്കാണ് അവർ സഞ്ചരിച്ചത്? അപ്പോൾ രണ്ട് സമയവും തമ്മിലുള്ള വ്യത്യാസം 5 മണിക്കൂർ കിട്ടുന്നു എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുത്ത് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴുള്ള ടൈം ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു ടൈം ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ S1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആളുടെ സ്പീഡ് 30, S2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആളുടെ സ്പീഡ് 40 ഡിവൈഡഡ് ബൈ S1 - S2. 40 നിന്ന് 30 കുറച്ച് എത്ര കിട്ടും മക്കളെ? 10 ഇൻറ്റു ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? മണിക്കൂറിലായിരിക്കണം. ടൈം ഡിഫറൻസ് എപ്പോഴും മണിക്കൂറിലായിരിക്കണം. മിനിറ്റ് ആണെങ്കിൽ മണിക്കൂറാക്കണം. മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിച്ചെഴുതണം. ഇവിടെ 5 മണിക്കൂർ മുമ്പേ എത്തി. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 5 മണിക്കൂർ. 5 എന്ന് എഴുതുന്നു. സോ 5നെ 10 കൊണ്ട് വെട്ടുമ്പോൾ 2 എന്ന് കിട്ടുന്നു. ഈ 2നെ 40 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 20. സോ 30 × 20, 3 × 2 6, 2 0 എഴുതുന്നു. 600 കിലോമീറ്റർ. ശരിയാണോ നോക്കാം? യെസ്.